ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ട്. ഭയം, വെറുപ്പ്, സംശയം, ഭീരുത്വം എന്നീ നിഷേധാത്മകമായ വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രവേശിക്കാൻ അനുവദിച്ചുകൂടാ. അവ നമ്മുടെ ആത്മവിശ്വാസം കെടുത്തുകയാണ്. കഷ്ടതകൾ വർദ്ധിക്കും, വ്യക്തിപ്രഭാവം നശിപ്പിക്കും. അവയ്ക്ക് പകരം ധൈര്യം, വിശ്വാസം, ശുഭപ്രതീക്ഷ എന്നീ കർമ്മോന്മുഖമായ ചിന്തകൾ മനസ്സിൽ പ്രവേശിപ്പിക്കണം. ഉത്സാഹപൂർവമായ പരിശ്രമത്താൽ അത് സാധിക്കാവുന്നതേ ഉള്ളൂ. നമ്മെ സാധാരണ പിടികൂടുന്ന പല രോഗങ്ങളും ദുഷിച്ച ചിന്തകളുടെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുകയാണ്. ശുഭപ്രതീക്ഷ വിജയത്തിനുള്ള ഊർജം പകരും. ആയതിനാൽ വിശ്വാസത്തോടുകൂടെ കാൽച്ചുവടുകൾ വയ്ക്കുക. ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, അതുകൂടാതെ തന്നെ ഇന്നാദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാനായിട്ട് പോകുകയാണ്, ഇടപെടാനായിട്ട് പോകുകയാണ്. 29 മിനിറ്റ് എനിക്ക് നൽകി തരിക. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതിൽ ഭാഗവാക്കുകളായി മാറുക. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറി മറിയാനായിട്ട് പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ലോകത്തിന്റെ നാനാഭാഗത്ത് ചിതറിപ്പാർക്കുന്ന ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും വലിയവനായ ദൈവം ഈ 2025 നിങ്ങളെ മേൽക്കുമേൽ അഭിവൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നടത്താനായിട്ട് പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടുകൂടെ തുടർന്നുള്ള സമയങ്ങൾ ആയിരിക്കുക. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായിട്ട് നിങ്ങളുടെ അടുക്കൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫെയ്ത്ത് ഈസ് ലൈക്ക് എ ട്രഷർ. വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ പാപം നിമിത്തമായിട്ട് അടിമകളായിട്ട് തീർന്നു. അങ്ങനെ വളരെ കഷ്ടപ്പാടിലൂടെ അവർ കടന്നു പോകുന്ന നേരത്ത് ദൈവത്തോടവർ നിലവിളിക്കുകയാണ്. വളരെ കണ്ണുനീരിൽ ആയിരുന്ന അവസരത്തിൽ ദൈവത്തോടവർ അവരുടെ കഷ്ടതകൾ നിമിത്തമായിട്ട് അവർ നിലവിളിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം കരുണയും മനസ്സലിവും ഉള്ളവൻ ആകയാൽ അവരുടെ നിലവിളി കേട്ടു. ഒരു മോശയെ ദൈവം അപ്പോയിന്റ് ചെയ്തു, എഴുന്നേൽപ്പിക്കുകയാണ്. മോശ ചെന്ന് ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ മക്കളെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് അറിയിക്കട്ടെ, വളരെ നിലവിളിയോടും പ്രാർത്ഥനയോടും കൂടെ ഈ ദിവസങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ നിലവിളി സ്വർഗസ്ഥനായ ദൈവം കേട്ട് മറുപടിയായിട്ട് ഇറങ്ങി വരാൻ പോകുന്നു. നിങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് പോകുകയാണ്. ഇസ്രായേൽ ജനം മുന്നോട്ട് നടന്നപ്പോൾ മിസ്രൈം രാജാവായ ഫറവോനും അവന് മനസ്സിലായി തൻ്റെ ദേശത്ത് അടിമവേല ചെയ്യുവാൻ ആളുകളെ ആവശ്യമുണ്ട്. ഇവരിങ്ങനെ പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആര് അടിമവേല ചെയ്യും? അങ്ങനെ ഫറവോനും സൈന്യവും മുന്നോട്ട് പാഞ്ഞു വന്ന് ഇസ്രായേലിനെ പിന്തുടർന്ന് പിടിപ്പാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ മുൻപിൽ കടല്, ആർത്തിരമ്പുന്ന കടൽ,
പുറകിൽ ശത്രു സൈന്യം ആകെ പെട്ടുപോയ അവസ്ഥ. ആ നേരത്ത് ജനം നിലവിളിച്ചു. അപ്പോൾ ദൈവപുരുഷനായ മോശ പറയുകയാണ്, അവരെ ധൈര്യപ്പെടുത്തി, അവരെ ബലപ്പെടുത്തി, അവരെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയരെ, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടെയാണോ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകുന്നുവെങ്കിൽ, നിലവിളിക്കുന്നവരാകുന്നുവെങ്കിൽ, വലിയവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതത്തെ ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്കെങ്കിലും സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ പലരെയും സമീപിച്ചു. എന്നാൽ അവരെല്ലാം നിങ്ങളെ കൈവിട്ടിരിക്കുന്നു. എന്നാൽ വലിയവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാനായിട്ട് പോകുകയാണ്. ആർക്കു വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് നിലകൊള്ളുന്നതെന്നറിയാമോ? തൻ്റെ മക്കൾക്കായിട്ട് അവൻ നിലകൊള്ളുന്നു. തൻ്റെ ഭക്തന്മാർക്കായിട്ട് അവൻ നിലകൊള്ളുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് എൻ്റെ ദൈവം നിലകൊള്ളുന്നു. യെസ്, ഈ ദിനങ്ങളിൽ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ശത്രു സൈന്യത്തിനായി എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കാനായിട്ട് പോകുകയാണ്. പ്രിയരെ, എൻ്റെ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ പോകുന്നു. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ട് മനസ്സറിയാൻ പോകുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിഹരിക്കപ്പെടാൻ പോകുന്നു. ഇവിടെ മോശ മാത്രം വിശ്വസിക്കുകയാണ്. എൻ്റെ ദൈവം നമ്മെ രക്ഷിച്ച് ശത്രുവിനെയും സൈന്യത്തെയും ഇനിയും കാണുകയില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും നടന്നതായിട്ട് കേട്ടിട്ടില്ല. എന്നാൽ മോശ മാത്രം വിശ്വസിച്ചു. എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല. അവന് കഴിയും. മോശ വലിയവ ചിന്തിക്കുകയാണ്. ദൈവത്തിന് വലിയവ ചെയ്യാൻ കഴിയുമെന്ന് മോശ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് മോശ വിശ്വസിക്കുകയാണ്. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും വലിയ വലിയ ചിന്തകൾ, വലിയ കാര്യങ്ങൾ ചിന്തിക്കണം. ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുകയും വേണം. നിങ്ങൾ ചെറിയ കാര്യമല്ല പ്രതീക്ഷിക്കണം, വലിയ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം. ദൈവത്തിൽ വലിയ വിശ്വാസമുള്ളവരായിരിക്കണം. ഒടുവിൽ മോശ വിശ്വസിച്ചതുപോലെ കടല് രണ്ടായിട്ട് പിരിഞ്ഞു, രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടു, രണ്ടായിട്ട് മാറി. നടുക്ക് വലിയ വീതിയുള്ള റോഡ് രൂപപ്പെട്ടു. ഇങ്ങനെ ഒരു റോഡ് രൂപപ്പെടുത്തിയെടുക്കാൻ എത്ര വർഷത്തെ പരിശ്രമം, എത്ര മാത്രം ടെക്നോളജികളൊക്കെ ആവശ്യമാണ്. എന്നാലും നടക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിൽ മോശ വിശ്വസിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ മുഴുവൻ അതുവഴി നടന്ന് അക്കരെ അപ്പോൾ ശത്രു അവരെ പിന്തുടർന്നു. കടൽ നടുക്കെത്തിയപ്പോൾ ദൈവം ശത്രുവിനെ നോക്കി. അവരുടെ ലക്ഷ്യത്തെ അത്യുന്നതനായ ദൈവം തെറ്റിച്ചു മാറ്റി. അവരുടെ ഉദ്ദേശത്തെ എൻ്റെ ദൈവം ചിതറിച്ചില്ലാതാക്കി. അവർ ഭയന്നു. ഒടുവിലതാ കടൽ പഴയതുപോലെ ആയിത്തീർന്നു. പഴയതുപോലെ ആയിത്തീർന്നപ്പോൾ എന്താ സംഭവിച്ചത്? പഴയതുപോലെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ശത്രുവും അവന്റെ സൈന്യവും അതിൽ മുങ്ങി ചത്തുപോയി. യെസ്, നിനക്കെതിരെ വരുന്ന ശത്രുവിന്റെ ലക്ഷ്യത്തെ തെറ്റിച്ച് കളയുന്നവനാണ് എൻ്റെ ദൈവം എന്ന് അറിയുക. നിനക്കെതിരെ ദോഷം ചിന്തിക്കുന്നതിനെ അവിടുന്ന് ചിതറിച്ചു മാറ്റാനായിട്ട് പോകുകയാണ്. എത്ര വലിയ ദൈവപ്രവൃത്തിയെ ഇവിടെ കാണാൻ കഴിയുന്നേ. നോക്കുക, മോശ സാഹചര്യത്തെ നോക്കിയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ സാഹചര്യത്തെ നോക്കരുത്, പ്രതികൂലത്തെ നോക്കരുത്, പ്രതിസന്ധിയെ നോക്കരുത്, കൊടുങ്കാറ്റിനെ നോക്കരുത്.
എന്നാൽ അതിൻ്റെ നടുവിലും പ്രവർത്തിക്കാൻ കഴിയുന്ന അത്യുന്നതനായ ദൈവത്തെ നിങ്ങൾ നോക്കണം. ദൈവത്തിന് കഴിയുമോ, അവൻ അത്ഭുതം ചെയ്യുമോ എന്ന് മോശ നോക്കിയില്ല. എന്നാൽ അവൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് ചെയ്തത്. ഈ ദൈവത്തിന് കഴിയും, അവൻ രക്ഷിക്കുമെന്ന് അവൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അങ്ങനെ അത്യുന്നതനായ ദൈവം മോശ വിശ്വസിച്ചത് ചെയ്തു കൊടുത്തു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് അറിയിക്കട്ടെ, നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ നോക്കി ഞാൻ അറിയിക്കട്ടെ. ഒരിക്കൽ യോശുവ ഇസ്രായേൽ ജനവുമായിട്ട് യാത്ര ചെയ്യുന്ന നേരത്ത് ഒരു ശത്രുവിനെ നേരിടേണ്ടതായിട്ട് വന്നു. വലിയ കോട്ട, വലിയ മനുഷ്യർ, ആശയ്ക്ക് വകയില്ല. എന്നാൽ യോശുവ ദൈവത്തെ നോക്കി ധൈര്യപ്പെട്ടു. യോശുവ മുന്നോട്ട് പോയി. ദൈവം അരുളി ചെയ്തു, അവരുടെ കോട്ടയ്ക്ക് ചുറ്റും നടക്കുക, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക. ആ നേരത്ത് എന്ന് യോശുവ ചിന്തിച്ചില്ല, ചോദ്യം ചോദിച്ചില്ല, മറുചോദ്യം ഒന്നും ദൈവത്തോട് ചോദിച്ചില്ല. യോശുവ മറ്റാരും പറഞ്ഞത് കേട്ടില്ല, ദൈവം പറഞ്ഞത് മാത്രം കേട്ടു, ദൈവം പറഞ്ഞത് മാത്രം അനുസരിച്ചു. മുമ്പ് ഇതേപോലെ നടന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചില്ല. ദൈവത്തിന് കഴിയും, അവൻ വിടുവിക്കുമെന്ന് വിശ്വസിച്ചു. എന്നാൽ ഒടുവിൽ ശത്രുവിന്റെ കോട്ട തകർന്നു വീഴുകയാണ്. യോശുവ വിശ്വസിച്ചതുപോലെ, താൻ പ്രതീക്ഷിച്ചതുപോലെ, താൻ കരുതിയതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് അറിയിക്കട്ടെ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ എൻ്റെ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവിലൂടെ ആലോചന അറിയിക്കട്ടെ. തിരുവനന്തപുരത്തിൻ്റെ ദേശത്തിരുന്നു കൊണ്ട് ഒരു കുടുംബം വളരെ പ്രതികൂലത്തിൽ ഒരു സമാധാനത്തിനു വേണ്ടി TV ചാനലിലെ ഓരോ ചാനലും ഇങ്ങനെ മാറ്റി മാറ്റി വന്നുകൊണ്ടിരുന്നപ്പോൾ യാദൃശ്ചിക ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ഇടപെടുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് അധികം താമസിക്കാതെ മറുപടി ലഭിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുവാൻ ശക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തീരുമാനങ്ങൾ എടുക്കുക. ഇതാ യെരിഹോ മതിൽ തകർന്നതുപോലെ നിന്റെ മുമ്പിലുള്ള ചില കോട്ടകൾ തകരാൻ പോകുന്നു. കോട്ടയ്ക്ക് സമാനമായ ചില വിഷയങ്ങൾ തകർന്ന് നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യാനായിട്ട് പോകുകയാണ്. നീ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത, പ്രതീക്ഷിക്കാത്ത നിലയിൽ സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വേണ്ടി വലിയൊരു അത്ഭുതത്തെ ചെയ്തു തരാൻ പോകുന്നുവെന്ന് ഇന്ന് നിങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരിക്ക് 12 വർഷമായിട്ട് രക്തസ്രവമായിരുന്നു. അങ്ങനെ അവളുടെ പണവും ആരോഗ്യവും എല്ലാം ചോർന്നു പോയിക്കൊണ്ടേയിരുന്നു. എത്ര സാമ്പത്തികമുണ്ടെങ്കിലും, എത്ര ചുറ്റുവട്ടമുണ്ടെങ്കിലും, തീരാത്ത രോഗത്തിന് അടിമകളാണെങ്കിൽ ആരോഗ്യവും പണവും ചോർന്നു പോകുന്നത് വഴി അറിയത്തില്ല. ഇതേപോലെ ആരോഗ്യവും പണവും എല്ലാം അവളുടെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് ഒരു ദിവസം അവൾ യേശു കർത്താവിനെ പറ്റി കേൾക്കുന്നത്. യേശു ക്രിസ്തുവിനെ പറ്റി കേൾക്കുക മാത്രമല്ല, അവൻ എനിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുമെന്ന് ഇന്ന് നിങ്ങൾ വിശ്വസിക്കണം. അവൾ യേശുദേവനെ പറ്റി അന്വേഷിച്ചു. അവൾ കേട്ടതിന് ശേഷം, ആ സദ്വർത്തമാനം കേട്ടതിന് ശേഷം ഒരു മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുകയല്ലായിരുന്നു. അവൾ ദൈവത്തെ അന്വേഷിച്ചു. രോഗിയായ അവൾ വിശ്വസിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ സ്വയം പറഞ്ഞിട്ടുണ്ടാകാം, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, വിടുതൽ പ്രാപിക്കും, സൗഖ്യം പ്രാപിക്കും. അവൾ പറഞ്ഞു, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, എനിക്കൊരു വിടുതലുണ്ടാകും, ഞാൻ സൗഖ്യമായി തീരുമെന്ന് അവള് സ്വയം പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേ നടന്നു. യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവസാനം തൊടുകയാണ്. അവൾ കരുതിയതേ പോലെ
വിശ്വസിച്ചതുപോലെ പറഞ്ഞതുപോലെ നടന്നിരിക്കുന്നു. ഒടുവിൽ അവൾ അനേക നാളത്തെ തീരാ ദുഃഖത്തിന് ശേഷം അവൾ സൗഖ്യമായിരിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾ എത്ര പഴകിയതാകട്ടെ, എത്രയെല്ലാം വൈദ്യന്മാരാൽ നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരായി ആയിരിക്കട്ടെ, എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അവനെ തൊടുമ്പോൾ അവനിൽ നിന്നും സൗഖ്യം വ്യാപരിക്കുകയാണ്. യെസ്, എന്റെയും നിന്റെയും കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിലെ ആദ്യത്തെ താള് മുതൽ അവസാനത്തെ താളുകൾ വരെ ഓരോ കണ്ണികൾ മാറ്റി മാറ്റി നോക്കുമ്പോൾ അത്ഭുതം കൂറുമാറായിട്ടുള്ള വലിയ വലിയ വീരപ്രവർത്തികൾ കൊണ്ട് വേദപുസ്തകം നിറഞ്ഞിരിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും കണ്ണുകൾക്ക് അത്ഭുതമുണ്ടാകുമാറ് വലിയ വലിയ വീരപ്രവർത്തികൾ വേദപുസ്തകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓരോ താളുകളിലും ദൈവത്തിന്റെ വലിയ വീരപ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതായത് അത്യുന്നതനായ ദൈവം സാധാരണക്കാരായ മനുഷ്യർക്ക് വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാൽ ചെയ്തു കൊടുത്തിരിക്കുന്ന വൻ കാര്യങ്ങൾ അവൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഈ നൂറ്റാണ്ടിലും എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ നാളുകളിലും എൻ്റെ ദൈവം അത്ഭുതത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നൂറ്റാണ്ടിലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലും യേശുക്രിസ്തു അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സയൻസിന് മനസ്സിലാക്കാൻ കഴിയാത്തതിനപ്പുറമായിട്ടുള്ള ദൈവപ്രവൃത്തി ഇന്നും അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രലോകത്തിന് പിടികെട്ടാൻ കഴിയാത്ത നിലയിലുള്ള അത്ഭുത പ്രവൃത്തി ഇന്നും അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഈ നൂറ്റാണ്ടിലും എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, യേശു കർത്താവിൻ്റെ അടുക്കൽ എത്തിയവരെയെല്ലാം അവൻ സൗഖ്യമാക്കി അവരെ തൃപ്തരാക്കി പറഞ്ഞയച്ചിട്ടുണ്ട്. പ്രയാസത്തോടുകൂടെ വളരെ വളരെ വേദനയോടുകൂടെ വന്നവരെയെല്ലാം അവൻ സമാധാനത്തിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. കുറച്ചുപേരെയല്ല, എല്ലാവരെയും. ചെറിയ രോഗങ്ങൾ മാത്രമല്ല, പഴകിയതും മാറാ രോഗമായതും എല്ലാവിധ വ്യാധികളും രോഗങ്ങളും സൗഖ്യമാക്കി. അപ്പോൾ തന്നെ ഓർക്കണം, എന്നാൽ തൻ്റെ അടുക്കൽ വന്നവരോട് അവൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നീ വിശ്വസിക്കുന്നുവോ? പലതരത്തിലുള്ള ചോദ്യങ്ങൾ യേശു കർത്താവ് ചോദിച്ചു. അതേ ചോദ്യം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, നീ വിശ്വസിക്കുന്നുവോ? മറ്റു ചിലരോട് ചോദ്യം ഇങ്ങനെ തുടർന്നു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അടുത്തതായിട്ട് വീണ്ടും ചോദിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കാൻ പോകുന്നു. ആരാണ് രോഗത്തിൽ നിന്നും വിഷമസ്ഥിതിയിൽ നിന്നും രക്ഷിച്ചത്? നാം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, യേശു കർത്താവ് സൗഖ്യമാക്കി. സത്യമാണ്, ശരിയാണ്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കി വിടുവിച്ചു. യേശു ഒരു പട്ടണത്തിൽ ചെന്നു. അവിടെ അവൻ അധികമൊന്നും പ്രവർത്തിപ്പാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? കർത്താവിന്റെ ശക്തി കുറഞ്ഞു പോയത് കൊണ്ടാണ്. ഇപ്രകാരം മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീരപ്രവൃത്തി ചെയ്തില്ല. അവിശ്വാസം ഉള്ളിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അവിശ്വാസത്തിന്റെ മണ്ഡലമാണോ നിങ്ങളെ കൂടുതൽ നയിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വിഷയത്തിൽ അത്ഭുതം നടക്കാൻ സാധ്യതയില്ല. എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല എന്നിരിക്കട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ പരാജിതരായിരിക്കാം, എല്ലാ മേഖലയിലും ഭൗതിക വിഷയങ്ങളൊക്കെ ആ നിലയിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ലായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് എല്ലാം ലഭിക്കാനായിട്ട് പോവുകയാണ്. അതായത് വിശ്വാസമില്ലാത്തയിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നറിയുക.
വിശ്വാസമുള്ള മേഖലയിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു പട്ടണത്തിൽ മാത്രം വലിയ വലിയ വീരപ്രവർത്തികൾ ഉണ്ടായില്ല. അതിനർത്ഥം മറ്റ് സ്ഥലങ്ങളെല്ലാം വലിയ പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നാൽ ഒരു പട്ടണത്തിൽ മാത്രം എന്തുകൊണ്ടുണ്ടായില്ല? അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീരപ്രവർത്തികളെ ചെയ്തില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. അവിശ്വാസമുള്ളിടത്ത് ദൈവത്തിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ വിശ്വാസമുള്ളിടത്ത് മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് നിങ്ങൾ അനേക രാജ്യങ്ങളിലിരുന്നു കൊണ്ട് അനേക മീഡിയയിലൂടെയൊക്കെ ആയിരിക്കാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തലം എങ്ങനെയായിരിക്കുന്നു, അതനുസരിച്ചാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം അനേക നാളുകളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വിളിച്ച് ഇപ്രകാരം അറിയിക്കുകയുണ്ടായി, ഞങ്ങൾ ആരംഭ സമയത്ത് ഞങ്ങൾക്ക് വിശ്വാസം തീരെയില്ലായിരുന്നു. എന്നാൽ വേദപുസ്തകത്തിലെ ഓരോ ഭാഗങ്ങൾ, വിശ്വാസത്തിന്റെ ഓരോ അധ്യായങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചു വന്നു. ആ വിശ്വാസ നിമിത്തമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നടന്നിട്ടില്ലാത്ത, സംഭവിക്കാൻ സാധ്യതയില്ലാതിരുന്ന അനേക മേഖലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നു. ഞങ്ങൾ വിശ്വസിച്ചതുപോലെ, പ്രതീക്ഷിച്ചതുപോലെ അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അനേക വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യവചനങ്ങൾ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവരതുപോലെ വിശ്വാസത്താൽ ഏറ്റെടുത്തു. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടിട്ട് എഴുന്നേറ്റ് പോവുക മാത്രമല്ല, വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ മുകളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നറിയുക. തലമുറയോർത്ത് ഭാരപ്പെടുന്നവർ അനേകര് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക നിലയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിന് അനുസരണമായിട്ട് എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ല എന്നറിയുക. സകലതും എൻ്റെ ദൈവത്തിന് സാധ്യമാണെന്നറിയുക. ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കട്ടെ. നിങ്ങൾ യേശു ക്രിസ്തുവുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീരുമാറാകട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ മുകളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. 12 സംവത്സരമായി ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടും ഭേദമാകാത്തവൾ യേശു ക്രിസ്തുവിനെ പറ്റി കേട്ടപ്പോൾ ഒരു കേൾവി മാത്രം അവൾ കേട്ടു. അവൾ തീരുമാനിച്ചു, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ കയറി പിടിച്ചപ്പോൾ, തൊട്ടപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യമായതുപോലെ ഇന്ന് ഈ വചന ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഈ വചന ശുശ്രൂഷയിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്കറിയിക്കാനുള്ളത്, ഈ വചന ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ശക്തി വ്യാപരിച്ച് നിങ്ങളുടെ വിഷയത്തിനൊരു പരിഹാരം സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഇന്ന് അനേക മേഖലയിൽ അനേകരെ നിങ്ങൾ ചെന്ന് സമീപിച്ചിട്ടുണ്ട്. അനേകരെ നിങ്ങൾ കണ്ടുമുട്ടി. നിങ്ങളുടെ വിഷയത്തിന് എവിടെ നിന്നൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ യാദൃശ്ചികമാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ശുശ്രൂഷ നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നടത്താനായിട്ട് പോകുകയാണ്. നിങ്ങളെ മാനിക്കാനായിട്ട് പോകുകയാണ്. ഈ ശുശ്രൂഷ നിമിത്തമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോവുകയാണ്. ഈ ശുശ്രൂഷ നിമിത്തമായിട്ടാണ് നിങ്ങളുടെ നിലയ്ക്ക് വ്യത്യാസം വരാൻ പോവുകയാണ്. ഈ ശുശ്രൂഷ നിമിത്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചരിത്രം തന്നെ മാറാനായിട്ട് പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ പോകുന്നു. ഇസ്രായേൽ ജനത്തെ അവിടെ കണ്ണുനീര് കണ്ട് വിടുവിച്ചതുപോലെ ഇന്ന് ഈ ശുശ്രൂഷ നിങ്ങൾ വളരെ ഭാരപ്പെട്ട് കണ്ണുനീരോടെ, നിങ്ങൾ വളരെ വേദനപ്പെട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നിലവിളി ദൈവം കേട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കാനായിട്ട് പോകുകയാണ്. ചെങ്കടൽ ഇസ്രായേൽ ജനത്തിനു മുന്നമേ വഴിമാറിയതുപോലെ ചില പ്രതിസന്ധികൾ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് വഴിമാറിപ്പോകാൻ പോകുകയാണ്.
ആർക്കാണ്? ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ദൂത് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ കോട്ടയ്ക്ക് സമാനമായ പ്രതികൂലം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, മുൻപോട്ട് കാലുകൾ എടുത്തു വയ്ക്കാൻ കഴിയുന്നില്ല. ഒരുപാട് അപേക്ഷകൾ കൊടുത്തതാണ്, മുൻപോട്ട് ഒരു തരത്തിൽ നീങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകലിൽ നിങ്ങൾ അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുമ്പുള്ള പ്രതിസന്ധികൾ മാറിപ്പോകാൻ പോകുകയാണ്. നിങ്ങളുടെ മുമ്പുള്ള ആ വലിയ പ്രതികൂലങ്ങൾ തകർന്നു പോകാൻ പോകുകയാണ്. നിങ്ങൾ ആ പ്രതികൂലത്തിന് മുകളിലൂടെ നടന്ന് മറുകരയിലെത്താൻ പോകുന്നു. ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ലിസി എന്നാണ്. ഞാൻ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഒരാഴ്ച മുൻപ് എൻ്റെ വലതേ കൈയുടെ ഒരത്തിന് താഴോട്ടും കൈയുടെ മുട്ടിന് മുകളിലോട്ടുമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. കൈ പൊക്കത്തില്ലായിരുന്നു, ജോലിയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ആ സമയം ഞാൻ വിജി പാസ്റ്ററെ വിളിച്ചു. വിജി പാസ്റ്റർ പ്രാർത്ഥിച്ചു. വിജി പാസ്റ്റർ പറഞ്ഞു രാവിലെ 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഒരു സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 11 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കൈക്ക് നല്ലൊരു സൗഖ്യം കിട്ടി. പൂർണ്ണമായിട്ടും 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമായിട്ടും വേദനയെല്ലാം മാറി. എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്റർക്ക് ഞാൻ ദൈവനാമത്തിൽ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വിശ്വാസത്തോടെ കരങ്ങൾ നീട്ടിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ലൈവ് പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജകുമാരിയിലായിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജിഷ സിസ്റ്റർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, ഈ പ്രതികൂലങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുൻപോട്ട് ഒരു തരത്തിലും മുൻപോട്ട് നീങ്ങാൻ കഴിയാത്ത നിലയിൽ ജോലി സ്ഥലത്തുള്ള ആ പ്രയാസങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ തിരമാലകളും കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങളും ശാന്തമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാജകുമാരിയിലായിരിക്കുന്ന കുടുംബത്തെ യേശു കർത്താവിൻ്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുകൂലത അങ്ങേയറ്റം ഉണ്ടാകുമാറാകട്ടെ എന്ന് ആ കുടുംബത്തെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പുതിയ ഓപ്പണിങ്ങിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ ആരാണ്? യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ നടക്കട്ടെ എന്ന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഉറവയും തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാണ് ഓപ്പറേഷന് വിധേയപ്പെട്ട് ഭവനത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? എല്ലാ മുറിവുകളും അതിവേഗത്തിൽ സൗഖ്യമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വലിയ കണ്ണുനീരോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളോട് പരിശുദ്ധം ഇടപെടുന്നു. നിന്റെ കണ്ണുനീരിനെ ദൈവം സന്തോഷമാക്കി മാറ്റാൻ പോകുകയാണ്. സൗദി അറേബ്യ ദേശത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ തന്നെ 2 ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുത വഴി തുറക്കാൻ പോകുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി ആശ്വാസകരമായി തീർന്നു എന്ന് വിശ്വസിക്കട്ടെ. ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും അറിയിച്ചാട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതിന്റെ ചിറകിൻ മറവിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സംരക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.